രാഷ്ട്രീയ നിരീക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനമാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. ഒരുപക്ഷെ പട്ടിക താങ്കൾ അറിഞ്ഞു കാണും. കരുത്തരുണ്ട്, PB അംഗമുണ്ട്, മന്ത്രിയുണ്ട്, MLA-മാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്. അതായത് വിജയസാധ്യത മാത്രം നോക്കിയുള്ള നിശ്ചയിച്ചിരിക്കുന്ന ഒരു പട്ടികയാണ്. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ആ പാർട്ടിക്ക് ജയിക്കാനാണ്. അപ്പോൾ അവര് CPM പ്രത്യേകിച്ച് അവരുടെ മറ്റു പല പരിഗണനകളും വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. ഇപ്പൊ പൊന്നാനിയിൽ കാണിക്കുന്നത് KS ഹംസയാണ്. അദ്ദേഹം CPM-ആയിട്ട് ബന്ധമുള്ള ആളായിരുന്നില്ല. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പാർട്ടിയുമായിട്ട് ഇടഞ്ഞ് പുറത്തുപോയ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ CPM ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ വോട്ട് കിട്ടും എന്ന രീതിയിലായിരിക്കും, ചിന്തയിലായിരിക്കാം. പക്ഷെ അവർക്ക് അവിടെ അവരുടേതായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് വരുന്നു. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ, KK ശൈലജയെ വളരെയധികം മത്സരിപ്പിക്കുന്നു, മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിക്കുന്നു. ഇവരൊക്കെ MLA-മാരാണ്. അപ്പൊ ഇവര് MLA-മാരെ മത്സരിപ്പിക്കുമ്പോൾ സാധാരണ ഇതിന്റെ ഒരു ഭരിക്കുന്ന ഗവൺമെന്റ് ആലോചിക്കുക, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇവരൊക്കെ ജയിച്ചാൽ എന്ത് എന്നൊരു ചോദ്യം അവരുടെ മുന്നിലുണ്ട്. അപ്പൊ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചിന്ത കാണുമായിരിക്കും. അവർ MP-മാരും MLA-മാരായിട്ടൊക്കെ തന്നെ അവിടെ നിലനിൽക്കും എന്നൊരു സാധ്യത കാണുമായിരിക്കും. ഇപ്പൊ എറണാകുളത്ത് നോക്കൂ, അവരെ ഒരു അധ്യാപക നേതാവിനെയാണ്. എനിക്ക് അവരെ അറിയില്ല, എന്തെങ്കിലും അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷെ അവര് അവിടെ ഓരോ ഘട്ടത്തിലും പരീക്ഷിച്ചിട്ടുള്ളത് പ്രമുഖരെ തന്നെയാണ്. കഴിഞ്ഞ തവണ P രാജീവ്, ഇപ്പോഴത്തെ മന്ത്രിയായ P രാജീവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പ്രമുഖനെ എറണാകുളം പോലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ പാർട്ടിക്ക് ധൈര്യമില്ലാതെ വരുന്നത്? ആലത്തൂരിൽ K രാധാകൃഷ്ണൻ ചേലക്കര MLA ആണ്, മന്ത്രിയാണ് K രാധാകൃഷ്ണൻ. അപ്പൊ ആലത്തൂർ മണ്ഡലം CPM-ന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് ജയിച്ചു എന്തെങ്കിലും അവരുടെ മണ്ഡലമാണ് ആലത്തൂര്. എന്തുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥികൾക്ക് കണ്ടെത്താൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ്? ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ V ജോയിയാണ്, അവരുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഞാൻ തോന്നുന്നു. അതേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവനയായിട്ട് ഞാൻ കണ്ടു, തിരുവനന്തപുരം മണ്ഡലത്തിൽ CPI നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചതായി കണ്ടു. അപ്പൊ CPI-യുടെ നല്ല സ്ഥാനാർത്ഥിയെ എന്ന് അവർ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴുണ്ട്. പക്ഷെ അവർക്കൊരു അജണ്ടയില്ല. എന്താണ് അജണ്ട ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ്? പൊന്നാനിയിലെ സർപ്രൈസിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ കേരളം മറന്നു കാണില്ലേ, കഴിഞ്ഞ വർഷമാണ് 2023 ഹംസയെ ലീഗ് പുറത്താക്കുന്നതും PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള പ്രശ്നങ്ങളൊക്കെ. അവിടെ ഒരു KT ജലീലിന്റെ പേരടക്കം ഉയർന്നു കേട്ടിരുന്നു. അവിടെയാണ് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് ഹംസ വരുന്നത്. അല്ലെ, അതാ പറഞ്ഞ സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ CPM-ന്റേതായ ഒരു സ്ഥാനാർത്ഥികൾക്ക് നിർത്താനുള്ള ധൈര്യമില്ല എന്നല്ലേ കാണിക്കുന്നത്? CPM-നെ പോലെ വലിയൊരു പാർട്ടിക്ക് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ ഇത്തരത്തിൽ തെരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ പാർട്ടി സ്ഥാനാർത്ഥികളില്ലേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ട, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, പാർട്ടിയിലൂടെ വളർന്നു വന്ന എത്രയോ പേരുണ്ട്. ജയവും തോൽവിയും ഒക്കെ വേറെ വിഷയമാണ്. പക്ഷെ പാർട്ടിക്ക് പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണ്ടേ? ഇനി അതല്ല, CPM-നെ പോലുള്ള പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾക്ക് ക്ഷാമം നേരിട്ടോ? അത് അവർ പറയേണ്ടതാണ്. കാരണം സ്ഥാനാർത്ഥികൾ അവരുടെ ഈ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. സ്ഥാനാർത്ഥി ക്ഷാമം നേരിടുന്നുണ്ടോ അതോ ഭയമോ എന്താണെന്ന് വ്യക്തമല്ല. എന്തായാലും പാർട്ടി അണികൾ ഉദ്ദേശിച്ച ഒരു സ്ഥാനാർത്ഥിയെ രണ്ടുപേരുടെ കാര്യത്തിലേ വന്നിട്ടുള്ളൂ. ഒന്ന് KK ശൈലജയും ഒന്ന് കണ്ണൂരിൽ MV ജയരാജനും. മറ്റുള്ളിടത്തൊക്കെ ഇപ്പൊ K രാധാകൃഷ്ണനെ ആദ്യം അദ്ദേഹം മത്സരിക്കുന്നില്ല, അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു. ശരിയോ തെറ്റോ അറിയില്ല. C രവീന്ദ്രനാഥ് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നൊരു വാർത്ത വന്നു. പുറത്തേക്ക് വരുമ്പോൾ അവരൊക്കെ മത്സരിക്കുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ എൻ ശ്രീകുമാർ സംസാരിച്ചതിന്.